ഹംപിയിൽ വളരെ വിസ്തൃതമായ ഒരു പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന സ്മാരകങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായത് ഒരുപക്ഷേ വിഠല ക്ഷേത്രമായിരിക്കും. അതിന് പ്രധാന കാരണം ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്തുള്ള അതിമനോഹരവും അത്ഭുതകരവുമായ കല്ല് രഥം തന്നെ. വിജയനഗര ശില്പകലയുടെയും നിർമ്മാണ ശൈലിയുടെയും പരിപൂർണത വിഠല ക്ഷേത്രത്തിൻ്റെ നിർമ്മിതിയിൽ, വിശേഷിച്ചും അവിടുത്തെ വിവിധ മണ്ഡപങ്ങളുടെ നിർമ്മാണത്തിൽ തെളിഞ്ഞു കാണാവുന്നതാണ്. ഇതിനെല്ലാം പുറമെ അവിടുത്തെ ഓരോ നിർമ്മിതിയുടെയും പശ്ചാത്തലമായി വരുന്ന ലാൻഡ്സ്കേപ്പും പ്രകൃതി ദൃശ്യങ്ങളും അത്ഭുതകരമായ സാമഞ്ജസ്യമാണ് സൃഷ്ടിക്കുന്നത്. മൊത്തമായി പറഞ്ഞാൽ വിഠല ക്ഷേത്രവും അനുബന്ധ നിർമ്മിതികൾക്കുമായി ഇവിടം തിരഞ്ഞെടുത്തവരുടെ സൗന്ദര്യബോധം അപാരം തന്നെയെന്ന് സമ്മതിക്കേണ്ടി വരും. അപാരമായ ശാന്തത അനുഭവവേദ്യമാക്കുന്ന ഒരു ഭൂമികയാണ് ഇവിടം. വിഠല ക്ഷേത്രം എന്ന വിഷ്ണു ക്ഷേത്രം ദീർഘചതുരമായ ഒരു മതിൽക്കകത്താണ് ഉള്ളത്. കിഴക്കും വടക്കും തെക്കും ഗോപുരങ്ങളുള്ള ക്ഷേത്രം കിഴക്ക് ദർശനമായാണ് നിലകൊള്ളുന്നത്. അതിവിശാലമായ മുറ്റത്തോടു കൂടിയ ക്ഷേത്ര മതിൽക്കകത്ത് കല്യാണ മണ്ഡപം, വിഷ്ണു ക്ഷേത്രം, അമ്മൻ ക്ഷേത്രം, ഉത്സവ മണ്ഡപം എന്നിവ കൂടാതെ കല്ല് രഥവും ഉണ്ട്. മതിൽക്കകത്ത് തെക്ക് കിഴക്കായാണ് കല്യാണ മണ്ഡപം ഉള്ളത്. നിർമ്മാണ ശൈലിയുടെയും ശില്പവേലയുടെയും പൂർണ്ണത കൊണ്ടും അലങ്കാരപ്പണികളുടെ ധാരാളിത്തം കൊണ്ടും വിഷ്ണു ക്ഷേത്രത്തിൻ്റെ മഹാമണ്ഡപത്തെ കവച്ചു വയ്ക്കുന്ന നിർമ്മിതിയാണ് കല്യാണ മണ്ഡപം. അലങ്കാര ശില്പങ്ങളുടെ ധാരാളിത്തം കൊണ്ടു സമ്പന്നമായ തൂണുകളുടെ നിരകളോടുകൂടിയ ഒരു തുറന്ന മണ്ഡപമാണ് കല്യാണ മണ്ഡപം. മനോഹരമായ അലങ്കാര ശില്പങ്ങളാൽ സമ്പന്നമായ മച്ചുകളോടുകൂടിയ മണ്ഡപത്തിൽ മനോഹരമായ വിജയനഗര പെയിൻറ്റിങ്ങുകളും കാണാവുന്നതാണ്. മഹാമണ്ഡപം ഉൾപ്പെടെയുള്ള വിഠല ക്ഷേത്രം എന്ന വിഷ്ണു ക്ഷേത്രമാണ് മതിൽക്കകത്തെ വലിയ നിർമ്മിതി. വിഠല ക്ഷേത്രത്തിൻ്റെ 5 അടി ഉയരമുള്ള അധിഷ്ഠാനം അഥവാ ബേസ്മെൻറ്റ് പോലും നിറയെ കൊത്തുപണികളാൽ സമ്പന്നമാണ്. അധിഷ്ഠാനത്തിൽ കുതിരകൾ, പടയാളികൾ, ഹംസങ്ങൾ എന്നിവയുടെ ശില്പങ്ങൾ നിരയായി കൊത്തിവച്ചിരിക്കുന്നു. മഹാമണ്ഡപത്തിലേക്ക് കിഴക്കുവശത്തുകൂടി പ്രവേശിക്കുന്നിടത്തുള്ള പടിക്കല്ലുകളുടെ ഇരുവശങ്ങളിലും ആനകളുടെ ശില്പങ്ങളും വടക്കും തെക്കുമുള്ള പടിക്കല്ലുകൾക്ക് ഇരുപുറവും വ്യാളി ശില്പങ്ങളും കാണാം. വിഷ്ണു ക്ഷേത്രത്തിൻ്റെ വടക്കുവശത്തായാണ് അമ്മൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മഹാമണ്ഡപത്തോടു കൂടിയ അമ്മൻ ക്ഷേത്രവും മനോഹരമാണ്. വിഠല ക്ഷേത്രത്തിലും സമീപത്തുള്ള ക്ഷേത്രങ്ങളിലും നിലവിൽ പൂജയോ ഉത്സവമോ ഒന്നും തന്നെയില്ല. തിരുമുറ്റത്ത് വടക്ക് കിഴക്കായാണ് ഉത്സവ മണ്ഡപം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്ര മതിൽക്കകത്ത് തെക്കേ മതിലിനോട് ചേർന്ന് കിഴക്കേ അറ്റത്തായി 100 തൂണുകൾ ഉള്ള ഒരു മണ്ഡപവും ഉണ്ട്. ക്ഷേത്ര മതിൽക്കകത്ത് വിഷ്ണു ക്ഷേത്രത്തിൻ്റെ മുമ്പിലായാണ് സർവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന കല്ലുരഥം സ്ഥിതി ചെയ്യുന്നത്. വിഷ്ണു ക്ഷേത്രങ്ങളിലെ ഗരുഡൻ്റെ ഉപക്ഷേത്രത്തിൻ്റെ സ്ഥാനമാണ് ഇവിടുത്തെ കല്ലുരഥത്തിന്. കല്ലുരഥത്തിനുള്ളിൽ ഗരുഡൻ്റെ രൂപം കൊത്തിവെച്ചിട്ടുള്ളത് കാണാവുന്നതാണ്. വിഠല ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ കിഴക്ക് പടിഞ്ഞാറായി 1 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള വിഠല ബാസാറിൻ്റെ അവശേഷിപ്പുകൾ കാണാം. വിഠല ബാസാറിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്ത് വടക്കുവശത്തായി പടവുകളോടുകൂടിയ ലോകഭവാനി എന്ന തീർത്ഥക്കുളവും വേറൊരു ഭാഗത്ത് കുതിരൈഗൊമ്പെ മണ്ഡപവും കാണാം. വിഠല ക്ഷേത്രത്തിൻ്റെ പുറത്ത് കിഴക്ക് വശത്ത് വടക്കോട്ടൊഴിഞ്ഞ് തെക്ക് ദർശനമായി ബ്രഹ്മ വിഠല ക്ഷേത്രവും ഈ ക്ഷേത്രത്തിന് മുമ്പിലായി 122 മീറ്റർ നീളവും 16.5 മീറ്ററോളം വീതിയുമുള്ള ചെറിയൊരു ബാസാറിൻ്റേതായ കൽമണ്ഡപ നിരകളും കാണാവുന്നതാണ്. വിഠല ക്ഷേത്രത്തിന് വടക്ക് കിഴക്കായി പാറക്കൂനയ്ക്ക് മുകളിലായി നരഹരി തീർത്ഥ വൃന്ദാവന എന്ന പുണ്യ സങ്കേതം ഉണ്ട്.
വിഠല ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുരത്തിന് തെക്കുവശത്തായി വടക്ക് ദർശനമായി രാമവിഠല ക്ഷേത്രം എന്ന വിഷ്ണു ക്ഷേത്രവും ഉണ്ട്. വിഠല ക്ഷേത്രത്തിന് പടിഞ്ഞാറ് വശം തകർക്കപ്പെട്ട ഗോപുര കവാടത്തിന് സമീപമായി ലിഖിതങ്ങളുള്ള തിരുമങ്കൈയാൾവാരുടെ വിഷ്ണു ക്ഷേത്രം കാണാം. വിഠല ക്ഷേത്രത്തിന് തെക്ക് പടിഞ്ഞാറായി 2 നിലകളുള്ള ഗോപുര കവാടവും ഈ ഗോപുര കവാടത്തിന് അല്പം വടക്കുമാറി തുലാപുരുഷദാന എന്ന ചടങ്ങിനായി ഉപയോഗിച്ചിരുന്ന കിങ്സ് ബാലൻസ് എന്ന തുലാസും കാണാവുന്നതാണ്. കമലാപുരത്തു നിന്നും തളവരഘട്ട എന്ന കവാടത്തിലൂടെ വിഠല ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ ഗജ്ജല മണ്ഡപം എന്ന സ്മാരകവും കാണാവുന്നതാണ്. ഷോർട്സ് ഉൾപ്പെടെയുള്ള എൻ്റെ വീഡിയോകൾ ഹംപി സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വളരെ പ്രയോജനം ചെയ്യും. ഹംപിയിൽ അനവധി സ്മാരകങ്ങളാണ് കാണാനായുള്ളത്. കംപ്ലീറ്റ് ഹംപി കാണാം എന്ന ഓഫറിൽ വരുന്ന ടാക്സിക്കാർ പലപ്പോഴും പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ ഒഴിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകാറില്ല. പലപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ ഇരുന്ന് ചില കാഴ്ചകൾ ചൂണ്ടിക്കാണിക്കുകയാവും അവർ ചെയ്യുന്നത്. ചിലപ്പോഴൊക്കെ അവർ വലിയ തിരക്കും കൂട്ടുന്നത് കൊണ്ട് ചിലപ്പം നമുക്ക് എല്ലാം നല്ലതുപോലെ ഒരുപക്ഷെ കാണാൻ കഴിയാതെയും വരും. പിന്നെ ഈ ഗൈഡുകളാണെങ്കിൽ വലിയ തുക കൊടുത്ത് അവരെ നമ്മൾ കൂടെ കൂട്ടേണ്ടി വരും. അവരുടെ അനുഭവം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് തീർത്ത് പറയാൻ കഴിയില്ല. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക. കൂടുതൽ ദൃശ്യങ്ങൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.